നമസ്കാരം KC പ്ലസ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വികസനത്തിൽ കൊമ്പുകോർത്ത് കാഞ്ഞങ്ങാട് മണ്ഡലം സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരം ഉദുമ മണ്ഡലങ്ങളിൽ CPM മുസ്ലിം ലീഗ് ധാരണയെന്ന K. സുരേന്ദ്രൻ. കാസർകോട്ടും മഞ്ചേശ്വരത്തും പോരാട്ടം. UDF-ഉം BJP-യും നേർക്കുനേർക്കാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. AK ആന്റണി BJP രാഷ്ട്രീയത്തിന്റെ ചീഫ് ഏജന്റായതായി ബിനോയ് വിശ്വം. വാർത്തകൾ വിശദമായി. സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വൻ വികസന കുതിപ്പാണ് കാഞ്ഞങ്ങാട്ടുണ്ടായതെന്നും ഈ വികസനത്തിന് മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ തിരഞ്ഞെടുക്കുമെന്നും LDF കാഞ്ഞങ്ങാട് മണ്ഡലം സ്ഥാനാർത്ഥി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. എന്നാൽ മണ്ഡലത്തിൽ പ്രതീക്ഷക്കൊത്ത വികസനം ഉണ്ടായിട്ടില്ലെന്നും ഇത്തവണ വോട്ടർമാർ തന്നോടൊപ്പമാണെന്നും UDF സ്ഥാനാർത്ഥി PV സുരേഷ് പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ പഞ്ചസഭയിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളിലായി 3530 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും E. ചന്ദ്രശേഖരൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യത്തിന്റെ ഭാഗമായുള്ള മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡ് വികസനത്തിന് 900 കോടി രൂപ ചെലവഴിച്ചു. മുൻകാലങ്ങളിൽ ഇത് പറഞ്ഞ് നടന്നതല്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ചത് LDF സർക്കാരാണ്. വൈദ്യുതി രംഗത്ത് പുതിയ വൈദ്യുതി ഭവൻ കാഞ്ഞങ്ങാട് ആരംഭിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള റോഡുകളുടെ വികസനം. 900 കോടി രൂപയുടെ റോഡ് വികസനം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ മാത്രം. മലയോര ഹൈവേ ഉൾപ്പെടെ രാജപാതയാണ്, എല്ലാവരും കണ്ടു കാണും. അതൊക്കെ ഈ ഗവൺമെൻറ് കാലത്താണ് തുടങ്ങിയത്. പഴയ കാലത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ റോഡ് യാഥാർത്ഥ്യമാക്കിയത്, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. മൊത്തത്തിൽ എല്ലാ റോഡുകളുടെയും പ്രവർത്തനം എടുത്തു നോക്കിയാൽ 900 കോടി രൂപയുടെ വികസനം ഈ കാലയളവിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വൈദ്യുതി രംഗത്ത് പുതിയ വൈദ്യുതി ഭവൻ കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചു. അതുപോലെ രാജപുരത്തുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അതിനെയെല്ലാം വികസിപ്പിക്കുന്നതിന് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് ഉടുപ്പി കരിന്തളം ലൈൻ വലിക്കുന്നതിന് 900 കോടി രൂപയുടെ പദ്ധതി യാഥാർത്ഥ്യമായി. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ മറ്റ് നടപടികളെല്ലാം പൂർത്തിയായിരുന്നു. വിവിധ മേഖലകളിലുള്ള പ്രവർത്തനം നോക്കിയാൽ വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ മഞ്ഞമ്പൊതിയിൽ പുതിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി വികസനം, നിലവിലുള്ള റാണിപുരത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, നമ്മുടെ കാഞ്ഞങ്ങാട് കൈറ്റ് ബീച്ച് എന്ന രീതിയിൽ ബീച്ചിൽ ഒരു പട്ടം പറപ്പിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാഞ്ഞങ്ങാട് ടൗൺ സ്ക്വയർ പൈതൃക നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ വിപുലമായ പദ്ധതികൾ ആദ്യം തന്നെ 10 കോടി രൂപ അനുവദിച്ചതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി മേഖലയിലുണ്ടായി, വിനോദസഞ്ചാര മേഖലയിലുണ്ടായി, പൊതുമരാമത്ത് എന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ കാഞ്ഞങ്ങാട് കാണിയൂർ പാത, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ചർച്ചകൾ, പല അഭിപ്രായങ്ങളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തലശ്ശേരി മൈസൂർ റെയിൽ പാതയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് 60-75 വർഷമായി. ഞാൻ YF-ൻ്റെ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് സമരം തുടങ്ങിയ ആളാണ്, പഴയ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് 50 കൊല്ലത്തിലധികം മുമ്പ്. ഇന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിപാത ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, യാഥാർത്ഥ്യമാക്കാൻ. ഇതിനൊന്നും വേറെ ആരുമല്ല, കേരളത്തിൽ ഭരിച്ച ഒരു ഗവൺമെൻറ്റുമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാലത്തും കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇതിൽ തീരുമാനമെടുക്കാനും നടപ്പാക്കാനും കഴിയുക. കേന്ദ്ര ഗവൺമെൻറ് അതിൽ കാണിച്ച ജാഗ്രതയില്ലാത്ത നടപടിയാണ് ഈ റെയിൽപാതകളൊന്നും യാഥാർത്ഥ്യമാകാത്തത്. എന്നാൽ മന്ത്രിസഭയിൽ രണ്ടാമനായിട്ടും പലതും ചെയ്യാൻ സാധിക്കുമായിരുന്നിട്ടും ചന്ദ്രശേഖരൻ ഒന്നും ചെയ്തില്ലെന്ന് UDF സ്ഥാനാർത്ഥി PV സുരേഷ് പറഞ്ഞു. അജാനൂർ ഫിഷിംഗ് ലാൻഡ് നിർമ്മാണം എങ്ങുമെത്തിയില്ല. അതിന്റെ സർവേ പോലും നടന്നില്ല.
തീരദേശ മലയോര മേഖലകളിൽ കാര്യമായ പദ്ധതികൾ ഒന്നുമില്ല. ഇവിടുത്തുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണെന്ന് UDF സ്ഥാനാർത്ഥി PV സുരേഷ് പറഞ്ഞു. ഹൈടെക് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹൈടെക് ബിൽഡിംഗ് മാത്രം കൊണ്ട് ബിൽഡിങ്ങിന് ഒരു ഹൈടെക് എന്ന് എഴുതി വെച്ചാൽ ഹൈടെക് ആകുമോ എന്ന് എനിക്കറിയില്ല. ഈ ജില്ലക്കകത്ത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കർണാടകയിലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ റവന്യൂ ഭൂമിയുള്ള മണ്ഡലമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം. ആ റവന്യൂ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പായിരുന്നിട്ട് കൂടി നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇതിപ്പോൾ പുതിയൊരു യുഗമാണ്. ആധുനിക യുഗത്തിൽ IT രംഗത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിനെയും അതുപോലെ മംഗലാപുരത്തെയും മറ്റ് സ്റ്റേറ്റിലൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ പഠിക്കാൻ ആവശ്യമായ നല്ലൊരു IT സംരംഭം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാഞ്ഞങ്ങാട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത പോലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ മറ്റൊരു പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വെള്ളരിക്കുണ്ട് താലൂക്ക് പുതിയ താലൂക്ക് UDF ഗവൺമെൻറ് കൊണ്ടുവന്നു. പക്ഷേ ഇന്നും ഗവൺമെൻറ് മാറി LDF വന്നതിന് ശേഷം താലൂക്കിന് നല്ലൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം വെള്ളരിക്കുണ്ടിലെ ജനങ്ങളുടെ ഒരു ചിരകാലമായ ഒരാവശ്യമാണ് അവിടെ ഒരു DYSP ഓഫീസ്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗം കൂടുതലായി അധിവസിക്കുന്ന മേഖലയാണ് വെള്ളരിക്കുണ്ട് മേഖല. മലയോര മേഖല, പ്രത്യേകിച്ച് മലയോര പഞ്ചായത്തുകൾ വളാൽ പഞ്ചായത്ത്, പനത്തടി, കള്ളാർ, കോടമ്പള്ളൂർ, കിനാനൂർ, കരിന്തളം, ഈ 5 പഞ്ചായത്തിലാണ് നമ്മുടെ ജില്ലക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക അവരുടെ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ ഒരു DYSPയും അതിനൊരു ഓഫീസ് സംവിധാനം വേണമെന്ന് നിരന്തരമായി മന്ത്രിയുടെ അടുത്തും അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു സത്വരമായൊരു നടപടിയോ ഒരു ശ്രദ്ധയോ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. നമുക്ക് അവിടുത്തെ ജനങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതോടൊപ്പം അവിടുത്തെ കോളനികളിലെ കുടിവെള്ള പ്രശ്നം, പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേനൽക്കാലമാണ്, കുടിവെള്ളത്തിൻ്റെ ഏറ്റവും ദൗർലഭ്യം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഈ പോകുന്ന സമയത്തൊക്കെ അവർ പറയുന്നത്, പലപ്പോഴും നേതാക്കന്മാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഇവിടുത്തെ ഒരു മന്ത്രി നമുക്കുണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള പരാതി പല ഭാഗത്തുനിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. KV പത്മേഷ് സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KC+. ജില്ലയിൽ മഞ്ചേശ്വരം ഉദുമ മണ്ഡലങ്ങളിൽ CPM മുസ്ലിം ലീഗ് അവിശുദ്ധ ധാരണയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റും മഞ്ചേശ്വരം NDA സ്ഥാനാർത്ഥിയുമായ K സുരേന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരത്ത് ലീഗ് സ്ഥാനാർത്ഥിയെയും ഉദുമയിൽ CPM സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല വീണ്ടും പ്രക്ഷോഭ കേന്ദ്രമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടത് സർക്കാർ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം ശബരിമല സുരക്ഷിതമല്ല. രാജ്യദ്രോഹ ശക്തികളുമായി സന്ധി ചെയ്താണ് പിണറായി വിജയൻ സർക്കാർ 5 വർഷം പൂർത്തീകരിച്ചത്. രാജ്യദ്രോഹ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് പോലും അഴിമതി നടത്താൻ മടിയില്ലാത്ത സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിക്കഴിഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടിലും രാജ്യദ്രോഹ ശക്തികളുമായിട്ട് സന്ധി ചെയ്യാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളക്കടത്ത് സംഘവുമായി ആത്മബന്ധം പുലർത്തിയെന്നും അവരെ പരസ്യമായി സഹായിച്ചുവെന്നും തെളിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനും ഡോളർ കടത്തുകാർക്കും വഴിവിട്ട സഹായമാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിയമസഭാ സ്പീക്കർ നിയമസഭയുടെ പവിത്രത കളങ്കപ്പെടുത്തിയാണ് ഇത്തരം ശക്തികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തിനും ഡോളർ കടത്തിനും ഔദ്യോഗിക പരിരക്ഷ ലഭിച്ചു എന്നുള്ളതാണ് മൊഴിയിലൂടെ വ്യക്തമാവുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട് സഹായിച്ചു. സ്പീക്കർ വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള സഹായങ്ങളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിനും ഡോളർ കടത്ത് സംഘത്തിനും ചെയ്തത്. ആസൂത്രിതമായ അഴിമതിയാണ് എല്ലാ മേഖലയിലും നടന്നത്. അത് മറച്ചുവെക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ പോലുള്ള
അവിവേകപൂർണമായിട്ടുള്ള നിലപാടുമായിട്ട് സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല, ആഴക്കടൽ മത്സ്യബന്ധന ഇടപാട് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇടപാടാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാറ് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും പറഞ്ഞ തട്ടിപ്പ് സംഘത്തിന് അവരുടെ വാക്കുകൾ കടമെടുത്താൽ EMCC ഒരു തട്ടിപ്പ് സംഘമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഫിഷറീസ് മന്ത്രി പറഞ്ഞത്. ആ തട്ടിപ്പ് സംഘവുമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ചർച്ച നടത്തി. ആ തട്ടിപ്പ് സംഘത്തിൻ്റെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിൻ്റെ ഫയൽ 2 തവണ മുഖ്യമന്ത്രി പരിശോധിച്ചു. ഗൗരവതരമാണ് നിഗമനങ്ങളും വസ്തുതകളും. രാജ്യദ്രോഹ ശക്തികളുമായിട്ട് ചേർന്ന് പണമുണ്ടാക്കുന്ന ഒരു പുതിയ രീതിയാണ് സർക്കാർ അവലംബിച്ചത്. CPM-ലെ ഉന്നത നേതാക്കളെല്ലാവരും, ഔദ്യോഗികമായി ചുമതലയുള്ള എല്ലാ നേതാക്കളും, പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും സർക്കാരിൻ്റെ പഴയ നിലപാട് തുടരുന്നുവെന്ന് വളരെ വ്യക്തമായ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ്. വിശ്വാസികളെ വേട്ടയാടുന്ന ഇടത് സർക്കാരിൻ്റെ നയം തിരുത്താൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ശബരിമല വീണ്ടും പ്രക്ഷോഭവേദിയാവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ശബരിമല സുരക്ഷിതമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പുറത്തേക്ക് വരുന്നത്. തട്ടിപ്പ് സംഘവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് ഗൗരവതരമാണ്. അതിഭീകരമായ പകൽക്കൊള്ളയാണ് കേരളത്തിൽ നടന്നത്. EMCC വിഷയത്തിൽ സർക്കാരിന്റെ അഴിമതി കൂടുതലായി പുറത്തു വന്നു. സ്പീക്കർ നിയമസഭയുടെ പവിത്രത കളങ്കപ്പെടുത്തിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCC+. കാസർഗോഡും മഞ്ചേശ്വരവും സംസ്ഥാനത്തെ മിക്ക മണ്ഡലങ്ങളിലും പോരാട്ടം UDF-ഉം BJP-യും നേർക്കുനേരാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പഞ്ചസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും UDF-ന് വലിയ വിജയമുണ്ടാകും. തെക്കൻ ജില്ലകളിലും സ്ഥിതി അങ്ങനെ തന്നെയായിരിക്കും. തുടക്കത്തിലെ സ്ഥിതി അപേക്ഷിച്ച് UDF അടിച്ചു കയറുന്ന സ്ഥിതിയാണിന്നുള്ളത്. UDF മുന്നോട്ട് കുതിക്കുന്നതിന്റെ അങ്കലാപ്പിലാണ് LDF. ഒരു ഘടകം പോലും അല്ലാത്ത തരത്തിൽ വളരെ വീക്കായ സ്ഥാനാർത്ഥികളെ ഇട്ടു എന്ന് ആരോപണം ഉള്ള സ്ഥിതിയാണ്. അപ്പോൾ BJP ആയിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന UDF വലിയ വിജയപ്രതീക്ഷ ഈ തവണ വെച്ച് പുലർത്തുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. മഞ്ചേശ്വരവും കാസർഗോഡും അതുപോലെ മറ്റ് പ്രധാന മണ്ഡലങ്ങൾ പുതുമയും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും ഒക്കെ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷ ഈ തവണ തരുന്നുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്തും ഇതേ രീതിയിലായിരുന്നു. ഓരോ ദിവസം കഴിയുന്നിടത്തോളം UDF അടിച്ചു കയറി മുന്നോട്ട് വരുന്ന കാഴ്ച അന്നും കണ്ടതാണ്. സുരേഷ് ഗോപി മാത്രമല്ല, മുഖ്യമന്ത്രിയും പറയാതെ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾ ജയിക്കും എന്നുള്ള ശക്തമായ വിലയിരുത്തൽ അവർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എപ്പോഴും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. കോലീബി പറയൽ ജയിച്ചാൽ പിന്നെ അതിനുള്ള കാരണമായി അത് കോലീബി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രയാസമില്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ കാസർഗോഡ് പറഞ്ഞത്. എവിടെയാണ് ഇടതുപക്ഷം BJP ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത് BJP ആയിട്ട്. ഈ കേരളത്തിൽ നേമത്തും മഞ്ചേശ്വരത്തും കാസർഗോഡും സകല സ്ഥലത്തും ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇടതുപക്ഷം സൗകര്യപൂർവ്വം വർത്തമാനം പറയാൻ കൊള്ളാം, എന്നിട്ട് BJP മത്സരിക്കുന്നതിൻ്റെ ഗുണം മത്സരിക്കാത്തതിൻ്റെ ഗുണം കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ് അവർ. അതാണ് സത്യം. ഞങ്ങൾ BJP ആയിട്ട് യഥാർത്ഥ ഫൈറ്റ് നടത്തുന്നു. ഇടതുപക്ഷം യഥാർത്ഥ ഫൈറ്റ് നടത്താതെ വർത്തമാനം പറഞ്ഞ് മത്സരിക്കുന്നതിൻ്റെയും മത്സരിക്കാത്തതിൻ്റെയും ഒക്കെ ഗുണം ദോഷം വിലയിരുത്തി നടക്കുകയാണ്. സുരേഷ് ഗോപിയല്ല, മുഖ്യമന്ത്രി തന്നെ UDF സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ വിജയിക്കുമെന്ന് പറയാതെ പറഞ്ഞു. LDF-ന്റെ കോലീബി ആരോപണം തുരുമ്പിച്ചതാണ്. BJP മത്സരിക്കുന്നതിൻ്റെയും മത്സരിക്കാതിരിക്കുന്നതിൻ്റെയും ഗുണം.
മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുള്ള, മുൻ മന്ത്രി CT അഹമ്മദ് അലി, അബ്ദുൾ റഹ്മാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KC+. കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്ന BJP രാഷ്ട്രീയത്തിന്റെ ചീഫ് ഏജന്റായി AK ആന്റണി മാറിയെന്ന് CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം MP പറഞ്ഞു. ഇടതുപക്ഷത്തെ വിമർശിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ആന്റണി BJPയെ വെറുതെ വിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. കോൺഗ്രസ് നെഹ്റുവിനെ പൂർണ്ണമായും മറക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു, ശ്രീ ആന്റണിയോടും അദ്ദേഹത്തെ ചിന്തിക്കുന്ന ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളായി മാത്രം രാഷ്ട്രീയത്തെ കാണുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളുടെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ദയവായി നെഹ്റുവിനെ വീണ്ടും വീണ്ടും വായിക്കണം. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയ കോൺഗ്രസ് നേതാവാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വേണം ലോകം ശ്രദ്ധിച്ച ആ മഹത്തായ കൃതിയെ കാണാൻ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ആ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ ലോകമെന്നും നെഞ്ചിൽ ചേർത്ത് പിടിക്കും. എല്ലാ ഇന്ത്യക്കാരും വായിക്കേണ്ട പുസ്തകമാണത്. ആ പുസ്തകം വീണ്ടും വായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു ശ്രീ AK ആന്റണിയോട്. എന്നിട്ട് ഞാൻ പറയും, പ്ലീസ് ട്രൈ ടു റീഡിസ്കവർ നെഹ്റു. ശ്രീ ആന്റണിയും കോൺഗ്രസ്സുകാരും പ്ലീസ് ട്രൈ ടു റീഡിസ്കവർ നെഹ്റു, അല്ലെങ്കിൽ കോൺഗ്രസ് മരിക്കും. രണാസന്നമായ കോൺഗ്രസിൻ്റെ പിച്ചും പെയ്യും പറച്ചിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ പിച്ചും പെയ്യും പറച്ചിൽ തീർച്ചയായിട്ടും ആരെയും ഇങ്ങനെ പറയിപ്പിച്ചു പോകുന്നുണ്ട്. ഈ പോക്കിൽ നെഹ്റുവിനെയും ഗാന്ധിയെയും മറന്നുകൊണ്ട്, നെഹ്റു ഗാന്ധിയൻ മൂല്യം ഒറ്റുകൊടുത്തുകൊണ്ട് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം പറയുന്ന ഈ കോൺഗ്രസ് പോക്കിനെ പറ്റി ദുഃഖമുള്ള, അമർഷമുള്ള അനവധി പേരുണ്ടാകും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ട്. അവരെല്ലാം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDFനായിരിക്കും. അത് ചെറിയ എണ്ണമായിരിക്കില്ല. 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ BJP അനുകൂലമായ ഇടതുപക്ഷ വൈരാഗ്യം മുറ്റിയ കോൺഗ്രസിൻ്റെ പുത്തൻ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ സ്വന്തം അമർഷം രേഖപ്പെടുത്താൻ വേണ്ടി LDFന് അനുകൂലമായി ചിന്തിക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ കൊടുമുടിയിലേക്ക് കോൺഗ്രസുകാരെ കൊണ്ടുപോകുന്ന ആന്റണി BJPയോട് വിധേയത്വം കാണിക്കുകയാണ്. ഇടതുപക്ഷ ഭരണം വന്നാൽ വലിയ ആപത്താണെന്നാണ് ആന്റണി പറയുന്നത്. കോൺഗ്രസിനെ നെഹ്റുവിയൻ ആദർശത്തിൽ നിന്ന് BJPയുടെ കൂടാരത്തിൽ കെട്ടിക്കാൻ അച്ചാരം വാങ്ങിയവരുടെ വക്താവായി ആന്റണി അധപ്പതിച്ചു. ആന്റണിയും കോൺഗ്രസുകാരും നെഹ്റുവിനെ വീണ്ടും വായിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് മരിക്കും. നെഹ്റുവിനെ സ്നേഹിക്കുന്ന കോൺഗ്രസുകാർ LDFന് വോട്ട് ചെയ്യുമെന്ന് വിശ്വം പറഞ്ഞു. ശ്രീ ആന്റണിയും കൂട്ടുകാരും കോൺഗ്രസ് അകപ്പെട്ട ഇന്നത്തെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കണം. കോൺഗ്രസിൻ്റെ ഒരു നേതാവെന്ന് നമുക്കറിയാം ശ്രീ ആന്റണിയെ. പക്ഷെ അദ്ദേഹം വെറുമൊരു സ്റ്റേറ്റ് നേതാവല്ല, വെറുമൊരു കേരള നേതാവല്ല. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അഖിലേന്ത്യാ വഴികാട്ടിയാണ്. പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അഖിലേന്ത്യാ വക്താവായി പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ശ്രീ AK ആന്റണി ഇവിടെ വന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മുഖേന ശ്രീ ആന്റണി കോൺഗ്രസിൻ്റെ നാഷണൽ പോളിസിയെ തള്ളിപ്പറയുകയാണ്. ഇതുവഴി ഇടതുപക്ഷവുമായി കൈകോർത്ത് പിടിക്കുന്ന ബംഗാളിലെയും തമിഴ്നാട്ടിലെയും കോൺഗ്രസ് സഹപ്രവർത്തകന്മാരെ ശ്രീ ആന്റണി അവഹേളിക്കുകയാണ്. അവർക്കറിയാം BJP എന്ന് പറയുന്ന വലിയ ആപത്തിനെ ചെറുക്കാൻ ഇടതുപക്ഷവുമായുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നീങ്ങുന്ന ആസാമിലെ കോൺഗ്രസ്സുകാർ, ബംഗാളിലെ കോൺഗ്രസ്സുകാർ, തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർ അവരെല്ലാം ഈ അളവിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ ജൽപ്പനം കേട്ടുകൊണ്ട് അന്തം വിടുന്നുണ്ടാകും. ശ്രീ ആന്റണി ദയവായി 57-ലെ 59-ലെ പുരണാസമരത്തിൻ്റെ ആ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോകരുത്. ശ്രീ ആന്റണിയുടെ മുമ്പിൽ വിനയപൂർവ്വം ഇതാണ്
എനിക്ക് പറയാനുള്ളത്. നേമത്ത് BJP തുറന്ന അക്കൗണ്ട് ഇത്തവണ LDF അടക്കും. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് മരവിപ്പിച്ചത് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം കുറക്കാനുള്ള BJPയുടെ നീക്കമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KC+. കേരളത്തിൽ ഇരുമുന്നണികൾക്കും ബദലായി BJP ശക്തിപ്പെട്ടു വരികയാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ബസവരാജ ബൊമ്മെ. In Kerala, that's why I said find delicate balance in Kerala politics. Here is a combination of parties itself, and we have seen parties joining both LDF and coming out of it, parties joining UDF and coming out of it. So there are parties with four members, 5 members. They join and make a combination as well as they break the combination. So that kind of already a flux is there already in Kerala. So one who can get a substantial numbers will lead the combination. The possibility of forming a government when there is a nucleus, everybody will come around. Number is very important. Therefore, we will be a nucleus and important numbers will be there. So, we will lead the combination. No, Karnataka there is no, only BJP is there. There is no other party. Their members individually from JDS and Congress resigned. Here, party is only, combination of parties will be here. Because you have seen it earlier also. Now we can't have a discussion. We can't have a discussion now. Only with the numbers we can have a discussion. That stage has not come for a discussion. But this time, after results, the whole polity of Kerala will have a new dimension, because all these days it was LDF and UDF. Here, this time a third element is going to come. So there will be a lot of permutation and combinations. We are asking people to do the RT-PCR test in Kerala and get a certificate. ഇത്തവണ സംസ്ഥാനത്ത് BJP ഇരട്ടയാക്കം പിന്നിടും. സർക്കാർ രൂപീകരണത്തിൽ പ്രധാന ഘടകമായി BJP മാറുമെന്ന് പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ വിവിധ കക്ഷികൾ BJPയിലെത്തുമെന്നും വ്യക്തമാക്കി. കേരളത്തിൽ BJP നിശബ്ദ വിപ്ലവം തീർക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഒരു മാറ്റം ഉറപ്പാണ്. സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന സാഹചര്യം അവസാനിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകും. അത് കേവലം രാഷ്ട്രീയത്തിനപ്പുറം ഭരണ നിയന്ത്രണത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുഭരണം മടുത്ത ജനങ്ങൾക്ക് ഇടത് സർക്കാരിനെ തൂത്തെറിയും. വലതുമുന്നണിയും ജനങ്ങളിൽ നിന്നകലുന്ന സാഹചര്യത്തിൽ BJPയാണ് പ്രതീക്ഷയെന്നും ബസവരാജ ബൊമ്മയെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KC+. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസനത്തിൽ കൊമ്പുകോർത്ത് കാഞ്ഞങ്ങാട് മണ്ഡലം സ്ഥാനാർത്ഥികൾ. മഞ്ചേശ്വരം ഉദുമ മണ്ഡലങ്ങളിൽ CPM മുസ്ലിം ലീഗ് ധാരണയെന്ന K. സുരേന്ദ്രൻ. കാസർഗോട്ടും മഞ്ചേശ്വരത്തും പോരാട്ടം. UDFും BJPയും നേർക്കുനേർക്കാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. AK ആന്റണി BJP രാഷ്ട്രീയത്തിന്റെ ചീഫ് ഏജന്റായതായി ബിനോയ് വിശ്വം. ഇതോടെ KC+ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.